600 വർഷത്തെ പാരമ്പര്യമുള്ള എട്ടിക്കൊപ്പയ്ക്ക കളിപ്പാട്ട നിർമ്മാണത്തിന് വീണ്ടും പുതുജീവൻ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലൂടെയാണ്. എട്ടിക്കൊപ്പയ്ക്ക കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം നിലയ്ക്കുന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇത്തരം കളിപ്പാട്ടങ്ങളെയും ഇത് നിർമ്മിക്കുന്ന CV രാജുവിനെയും മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ ആത്മനിർഭർ ഭാരതത്തിന് മുതൽക്കൂട്ടാവുകയാണ് എട്ടിക്കൊപ്പയ്ക്ക കളിപ്പാട്ടങ്ങൾ. ഒരു കരകൗശല നിർമ്മാണം നശിക്കുമ്പോൾ ഒരു പാരമ്പര്യം തന്നെ ഇല്ലാതാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തുന്നതുവരെ എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണ പാരമ്പര്യത്തിന്റെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എന്നാൽ 600 വർഷം പാരമ്പര്യമുള്ള കളിപ്പാട്ട നിർമ്മിതികളിൽ ഇന്ന് വീണ്ടും ജീവന്റെ തുടിപ്പുകൾ കാണാം. ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തനിമയാണ് എട്ടിക്കൊപ്പക്ക ബൊമ്മലുകളിലൂടെ CV രാജു എന്ന കരകൗശലക്കാരൻ പ്രദർശിപ്പിക്കുന്നത്. കാലാതീതമായ കലാവൈഭവത്തിന് പേരുകേട്ട എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങൾ കേവലം കളിപ്പാട്ടങ്ങൾ മാത്രമല്ല, സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയാണ് ഇത്തരം കളിപ്പാട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഒരു കാലത്ത് വിപണികൾ അടക്കി വാണിരുന്ന കളിപ്പാട്ടങ്ങളായിരുന്നു ഇവ. എന്നാൽ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ അതിപ്രസരം എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളുടെ നിർമ്മിതിയെ അങ്ങേയറ്റം ബാധിച്ചു. 160 കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതമാർഗം ഇല്ലാതായി. എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങൾ വിപണിയിൽ നിന്നും മായാൻ തുടങ്ങി. 600 വർഷത്തെ പാരമ്പര്യത്തെ നിലനിർത്തണമെന്ന പിൻതലമുറക്കാരുടെ ആഗ്രഹം സഫലമാകാതെ പോകുമെന്ന മനോവിഷമത്തിലായിരുന്നു CV രാജുവും കരകൗശല നിർമ്മാണക്കാരും. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളിലേക്കുള്ള ജനശ്രദ്ധ ആകർഷിച്ചത്. CV രാജുവിനെയും അദ്ദേഹം മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി. ഇതോടെ വിപണികളിൽ വീണ്ടും ഈ കളിപ്പാട്ടങ്ങൾ തലയുയർത്താൻ തുടങ്ങി. ആത്മനിർഭര ഭാരതത്തിനായുള്ള മുതൽക്കൂട്ടാവുകയാണ് ഇപ്പോൾ എട്ടിക്കൊപ്പക്ക ബൊമ്മലുകളും. നാഷണൽ ഡെസ്ക്, ജനം.